ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ആൻഡ്രോയിഡ് ഫോണിൽ സൂപ്പർ എസ്യു എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ റൂട്ട് അസസ് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. സൂപ്പർ എസ്യു ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ആദ്യം നിങ്ങളുടെ ഫോണിൽ കസ്റ്റം റിക്കവറി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. കസ്റ്റം റിക്കവറി എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ സാധിക്കും. ആദ്യം കസ്റ്റം റിക്കവറി ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ SD കാർഡിലേക്ക് സൂപ്പർ എസ്യു എന്ന് പറയുന്ന ആപ്ലിക്കേഷന്റെ ഒരു സിപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്യുക. അത് നിങ്ങളുടെ ഫോണിന് കമ്പാറ്റബിൾ ആയിട്ടുള്ള ഫയൽ നിങ്ങൾ STA ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. കറക്റ്റായിട്ടുള്ള ഫയൽ തന്നെ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റിക്കവറി മോഡിൽ നിങ്ങളുടെ ഫോണ് ഓൺ ആക്കേണ്ടി വരും. അതെങ്ങനെയാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു. വീണ്ടും ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരികയാണ്. ആദ്യം ഫോണ് പവർ ഓഫ് ചെയ്യുകയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, USB ഡീബഗ്ഗിംഗ് മോഡ് നിങ്ങളുടെ ഫോണിൽ ഓൺ ആയിരിക്കണം. അതേപോലെ തന്നെ ഒരു 70% മുകളിൽ ബാറ്ററി ചാർജും ഫോണിൽ ഉണ്ടായിരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ നോക്കുക, ഇവിടെ ഇപ്പോൾ ഫോണ് പൂർണ്ണമായിട്ട് ഓഫ് ആയിട്ടില്ല. ഇവിടെ നിങ്ങൾക്ക് താഴെ രണ്ട് ലൈറ്റുകൾ കാണാൻ സാധിക്കും. കസ്റ്റം റിക്കവറി മോഡിലേക്ക് പോകുന്നതിന് മുമ്പ് ഫോൺ പൂർണ്ണമായിട്ടും ഓഫ് ആയി എന്ന് ഉറപ്പുവരുത്തുക. ഇവിടെ നോക്കുക, ഇവിടെ ഇപ്പോൾ ഫോണ് ഓഫ് ആയിട്ടുണ്ട്. ഞാൻ ഒന്ന് കൺഫേം ചെയ്യാനായിട്ട് ബാറ്ററി ഊരിയതിന് ശേഷം വീണ്ടും ഇടുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് ചെയ്യാനുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്ന പോലെ റിക്കവറി മോഡിലേക്ക് നിങ്ങളുടെ ഫോണ് ഓൺ ആക്കണം. അതിനായിട്ട് വോളിയം അപ്പ് ബട്ടൺ, അതേപോലെ ഹോം ബട്ടൺ പ്ലസ് പവർ ബട്ടൺ, ഈ 3 ബട്ടണുകൾ ഒരേപോലെ അമർത്തി പിടിക്കുക. ഇതേപോലെ ഒരു ലോഗോ വന്നു കഴിയുമ്പോൾ പവർ ബട്ടണിൽ നിന്നും വിരലെടുക്കുക. അതിനുശേഷം മറ്റ് 2 ബട്ടണുകളും അമർത്തി ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. നോക്കുക, ഇപ്പോൾ ഇത് റിക്കവറി മോഡിൽ ഫോണ് ഓൺ ആയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം CWM ബേസ്ഡ് റിക്കവറിയാണ്. ഇത് സ്റ്റോക്ക് റിക്കവറി അല്ല, കസ്റ്റം റിക്കവറിയാണ്. അത് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇനി നിങ്ങൾക്ക് ഇതിൽ ഫയൽ ഇൻസ്റ്റാൾ ചെയ്യണം. അതിനായിട്ട് ഇൻസ്റ്റാൾ സിപ്പ് ഫ്രം SD കാർഡ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഓരോ ഫംഗ്ഷനുകളും സെലക്ട് ചെയ്യാനായിട്ട് ഈ വോളിയം ഡൗൺ ബട്ടണും അപ്പ് ബട്ടണും യൂസ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ഇൻസ്റ്റാൾ സിപ്പ് ഫ്രം SD കാർഡ് എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം പവർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക, ചൂസ് സിപ്പ് ഫയൽ ഫ്രം SD കാർഡ് എന്നുള്ള ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാമെന്ന് ഞാൻ കരുതുന്നു. അതിനുശേഷം വീണ്ടും ചൂസ് സിപ്പ് ഫ്രം SD കാർഡ് എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം പവർ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ SD കാർഡിൽ സെലക്ട് ചെയ്തിരുന്ന റൂട്ട് അപ്ഡേറ്റ് സൂപ്പർ എസ്യു എന്ന് പറയുന്ന സിപ്പ് ഫയൽ ഇവിടെ കാണാൻ സാധിക്കും. ഇനി ചെയ്യാനുള്ളത് ഫയൽ സെലക്ട് ചെയ്തതിനു ശേഷം റൈറ്റ് സൈഡിൽ നിന്നും ഈ കാണുന്ന പവർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇൻസ്റ്റാൾ റൂട്ട് അപ്ഡേറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇൻസ്റ്റാൾ റൂട്ട് അസസ്. അതിനുശേഷം വീണ്ടും പവർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. നോക്കുക, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇൻസ്റ്റാൾ ഫ്രം SD കാർഡ് കംപ്ലീറ്റ്. ഇനി നമുക്ക് നമ്മുടെ ഫോണിൽ സൂപ്പർ എസ്യു എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഞാനിനി ഇത് ഇവിടെ ഒന്നും ബാക്ക് ചെയ്യുകയാണ്. ഗോ ബാക്ക് എന്നുള്ളതിൽ പ്രസ് ചെയ്തു ബാക്ക് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റീബൂട്ട് സിസ്റ്റം നൗ എന്ന് പറയുന്ന ഓപ്ഷൻ, അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം പവർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് റീബൂട്ട് ചെയ്യുക. ഫോണിപ്പോൾ ഓൺ ആകുന്നുണ്ട്. ഇവിടെ കാണാൻ സാധിക്കും ആൻഡ്രോയിഡ് ഈസ് അപ്ഗ്രേഡിങ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. യെസ്, ഇവിടെ കാണാൻ സാധിക്കും സൂപ്പർ എസ്യു എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഞാനിത് ഒന്ന് ഓപ്പൺ ആക്കി നിങ്ങളെ കാണിച്ചു തരാം. നോക്കുക, ഇവിടെ സൂപ്പർ എസ്യു ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് റൂട്ട് ചെക്കർ ഉപയോഗിച്ച് റൂട്ട് അസസ് ഇൻസ്റ്റാൾഡ് ആണോ എന്ന് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കുക, പെർമിഷൻ ചോദിക്കുന്നുണ്ട്. ഞാൻ ഗ്രാൻഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം വെരിഫൈ റൂട്ട് എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഇതിൽ റൂട്ട് അസസ് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയി. സൂപ്പർ എസ്യു എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയി, നമ്മൾ കണ്ടതാണ്. വീണ്ടും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നോക്കുക, ഫോണ് റൂട്ട് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ സ്വന്തം റിസ്കിൽ മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഫോണിൽ നല്ല ഫോണുകൾ, പുതിയ ഫോണുകളൊന്നും മേടിച്ച് കൂടുതൽ അതിൽ ഫ്ലാഷ് ചെയ്യാനോ ഒന്നും പോകാതിരിക്കുക. റോമും അല്ലെ കസ്റ്റം റിക്കവറി ഒന്നും ഫ്ലാഷ് ചെയ്യാതിരിക്കുക. ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് കിട്ടുന്ന ഫയലുകളൊന്നും കറക്റ്റ് ആയിരിക്കണമെന്നില്ല. അങ്ങനെയൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോണ് നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ വായിച്ച് നോക്കി അറിഞ്ഞതിന് ശേഷം മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക.
ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോകൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള അറിവുകളായിരിക്കും എല്ലാം. നിങ്ങൾ അതുകൊണ്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. ഇതിലും നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.